കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു അയ്യപ്പസ്വാമി ക്ഷേത്രമാണ് ശബരിമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ വർഷങ്ങളിൽ എല്ലാ ദിവസവും ഇവിടെ പൂജയോ തീർത്ഥാടനമോ നടക്കുന്നില്ല. നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുന്ന 41 ദിവസത്തെ മണ്ഡലകാലമാണ് ശബരിമലയിലെ പ്രധാന തീർത്ഥാടന കാലയളവ്. കൂടാതെ എല്ലാ മലയാള മാസങ്ങളിലെയും ആദ്യത്തെ 5 ദിവസങ്ങളിലും ഇവിടെ സന്ദർശനം അനുവദിക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഒരു ഉത്സവമാണ് മകരജ്യോതി ദർശനം. ശബരിമല മകരവിളക്ക് ഉത്സവം നിരവധി ചടങ്ങുകളും ആചാരങ്ങളും ഉൾക്കൊള്ളുന്നു. ഉത്സവത്തിൻ്റെ പ്രധാന ആകർഷണം മകരജ്യോതിയാണ്. ഈ ദിവസം വൈകുന്നേരം പൊന്നമ്പലമേട്ടിൽ നിന്ന് ഒരു ദിവ്യപ്രകാശം പ്രത്യക്ഷപ്പെടുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ പ്രകാശം അയ്യപ്പസ്വാമിയുടെ ദിവ്യ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ശബരിമല മകരവിളക്ക് ഉത്സവത്തിൽ ലക്ഷക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്നു. ഭക്തർ ദീർഘദൂരം നടന്നും കഠിനമായ വ്രതങ്ങളനുഷ്ഠിച്ചും അയ്യനെ കാണാൻ ശബരിമലയിലേക്കെത്തുന്നു. ശബരിമല മകരവിളക്ക് ഉത്സവം കേരളത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗവും കൂടിയാണ്. ഈ ഉത്സവം കേരളത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെയും ആത്മീയതയെയും പ്രതിഫലിപ്പിക്കുന്നു. മകരമാസം തുടങ്ങുന്ന മകരം 1-ാം തീയതിയാണ് ഈ ഉത്സവം നടക്കുന്നത്. അന്നേ ദിവസം വളരെ വലിയ ഉത്സവവും വിശേഷാൽ പൂജകളും ഈ ക്ഷേത്രത്തിൽ നടക്കുന്നു. 3 പ്രാവശ്യമാണ് മകരജ്യോതി തെളിയുക. ഒരു ദിവ്യാത്ഭുതമായി ഇതിനെ വർഷങ്ങളായി കണക്കാക്കിയിരുന്നെങ്കിലും ഇത് ദൈവീകമല്ലെന്നും മാനുഷികമാണെന്നുള്ള വാദവും ശക്തമായിരുന്നു. എന്നാൽ പിന്നീട് നടന്ന വിവാദത്തിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരും അയ്യപ്പ സേവാസംഘം പ്രവർത്തകരും പോലീസ് സംരക്ഷണയിൽ പൊന്നമ്പലമേട്ടിലെത്തി കർപ്പൂരം കത്തിക്കുന്നതാണ് മകരവിളക്കെന്ന് ശബരിമലയിലെ മുതിർന്ന തന്ത്രി കണ്ഠരര് മഹേശ്വര് സമ്മതിക്കുകയുണ്ടായി. മകരവിളക്ക് പ്രതീകാത്മകമായ ദീപാരാധനയാണ്. അതുകൊണ്ടാണ് 3 വട്ടം ആലങ്കാരികമായി തെളിയിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതോടുകൂടി മകരജ്യോതിയെ ചുറ്റിപ്പറ്റി നിലനിന്നിരുന്ന ദുരൂഹതയ്ക്ക് വിരാമമായി. ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിൻ്റെ തുടക്കം കുറിച്ച് സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് മാറുന്ന സംക്രമവേളയിലാണ് മകരസംക്രമ പൂജ. സൂര്യൻ രാശി മാറുന്ന മുഹൂർത്തത്തിൽ സംക്രമാഭിഷേകം നടക്കും. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് പ്രത്യേക ദൂതൻവശം കൊണ്ടുവന്ന അയ്യപ്പ മുദ്രയിലെ നെയ്യാണ് സംക്രമവേളയിൽ അഭിഷേകം ചെയ്യുക. അയ്യപ്പസ്വാമിയുടെ പിതൃസ്ഥാനീയനായ പന്തളം രാജാവ് പണിയിച്ച ആടയാഭരണങ്ങളാണ് തിരുവാഭരണങ്ങൾ. ഇത് പന്തളം രാജകുടുംബത്തിൻ്റെ സ്വകാര്യ സ്വത്താണ്. പന്തളത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഈ ആടയാഭരണങ്ങൾ മകരവിളക്ക് ഉത്സവത്തിനായി 3 പേടകങ്ങളിലാക്കി ശബരിമലയിലേക്ക് കാൽനടയായി കൊണ്ടുവരുന്നു. ഇവ മകരവിളക്ക് ദിവസം സന്ധ്യാദീപാരാധനയിൽ അയ്യപ്പനെ അണിയിക്കുന്നു. തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് പൂങ്കാവനത്തിൽ കൃഷ്ണപ്പരുന്ത് അകമ്പടി സേവിക്കുന്നതായി പറയപ്പെടുന്നു. അത് നാം കാണാറുമുണ്ട്. മകരജ്യോതിക്ക് ശേഷം രാത്രിയിൽ അയ്യപ്പനെ ആനപ്പുറത്ത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മണിമണ്ഡപത്തിൽ നിന്ന് 18-ാം പടിയിലേക്ക് ആനയിക്കുന്നു. അവിടെ നിന്നും ദേവിയെ തിരിച്ചെഴുന്നള്ളിക്കുന്നതോടെ മകരവിളക്ക് ഉത്സവത്തിന് തുടക്കമാവുന്നു. മകരവിളക്ക് ഉത്സവം തുടങ്ങി 7-ാം ദിവസം രാത്രി മാളികപ്പുറത്തെ മണിമണ്ഡപത്തിനു മുന്നിൽ കുരുത്തോലകളും പൂക്കളും കൊണ്ട് അലങ്കരിച്ച് ഗുരുതിക്കളം ഒരുക്കും. കത്തിയെരിയുന്ന പന്തങ്ങളെ സാക്ഷിയാക്കി ഗുരുതിക്കുറുപ്പ് കുമ്പളങ്ങ മുറിച്ച് ചുണ്ണാമ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തുണ്ടാക്കിയ നിണം മലദേവതകൾക്ക് തൂകുന്നതാണ് ഗുരുതിയുടെ ചടങ്ങ്. ഗുരുതി കഴിഞ്ഞ് പിറ്റേ ദിവസം പുലർച്ചെ നട തുറന്ന് തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം നടക്കും. ആ ദിവസം തീർത്ഥാടകർക്ക് ദർശനമില്ല. 6 മണിയോടെ രാജപ്രതിനിധി എത്തും. അതിനു മുമ്പ് തിരുവാഭരണ ഘോഷയാത്ര 18-ാം പടി ഇറങ്ങും. തുടർന്ന് പന്തളം തമ്പുരാൻ ദർശനം നടത്തും. ഈ സമയം രാജപ്രതിനിധി അല്ലാതെ മറ്റാരും സോപാനത്തിൽ ഉണ്ടാകില്ല. പന്തളം തമ്പുരാൻ ദർശനം നടത്തിയ ശേഷം മേൽശാന്തി നട അടച്ച് ശ്രീകോവിലിൻ്റെ താക്കോൽ രാജപ്രതിനിധിയെ ഏൽപ്പിക്കും. രാജപ്രതിനിധി 18-ാം പടി ഇറങ്ങും. തുടർന്ന് അടുത്ത 1 വർഷത്തെ പൂജകൾക്കായി ദേവസ്വം
അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് താക്കോൽ കൈമാറുന്നതോടെ മണ്ഡല മകരവിളക്ക് ഉത്സവം സമാപിക്കും. മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട നിരവധി ചടങ്ങുകളും ആചാരങ്ങളുമുണ്ട്. 1. കൊടിയുയർത്തൽ. മകരവിളക്ക് ഉത്സവത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ചടങ്ങാണ് കൊടിയുയർത്തൽ. ധനുമാസത്തിലെ ആദ്യ ദിവസം നടക്കുന്ന ഈ ചടങ്ങിൽ അയ്യപ്പൻ്റെ പതാകയായ കൊടി ക്ഷേത്രത്തിൻ്റെ മുകളിൽ ഉയർത്തുന്നു. 2. നിറമാല. നിറമാല എന്നത് ഭക്തർ അയ്യന് സമർപ്പിക്കുന്ന ഒരു പ്രത്യേക വഴിപാടാണ്. നെയ്യ്, കരിക്ക്, ശർക്കര, പഞ്ചസാര എന്നിവ ചേർത്താണ് നിറമാല ഉണ്ടാക്കുന്നത്. 3. പൂജകൾ. മകരവിളക്ക് ഉത്സവകാലത്ത് ക്ഷേത്രത്തിൽ നിരവധി പൂജകളും ദീപാരാധനകളും നടക്കുന്നുണ്ട്. 4. കളഭാഭിഷേകം. മകരവിളക്ക് ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് കളഭാഭിഷേകം. ഈ ചടങ്ങിൽ പഞ്ചാമൃതം, പൂക്കൾ, നെയ്യ് എന്നിവ കൊണ്ട് അയ്യപ്പൻ്റെ വിഗ്രഹം അഭിഷേകം ചെയ്യുന്നു. 5. മകരജ്യോതി. മകരവിളക്ക് ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് മകരജ്യോതി. മകരസംക്രമ ദിവസം വൈകുന്നേരം പൊന്നമ്പലമേട്ടിൽ നിന്ന് ഒരു ദിവ്യപ്രകാശം പ്രത്യക്ഷപ്പെടുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ പ്രകാശം അയ്യൻ്റെ ദിവ്യ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു. 6. അരവണ. മകരവിളക്ക് ഉത്സവത്തിൻ്റെ അവസാന ചടങ്ങാണ് അരവണ. ഈ ചടങ്ങിൽ അയ്യപ്പൻ്റെ തിരുവടിയിൽ നിന്ന് ഭക്തർ പ്രസാദം വാങ്ങുന്നു. മകരവിളക്കും മകരജ്യോതിയും ഒന്നുതന്നെയാണ് എന്ന് കരുതുന്ന നിരവധി ഭക്തർ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ഇതൊരു അബദ്ധധാരണയാണ് എന്നതാണ് സത്യം. കാരണം മകരവിളക്കും മകരജ്യോതിയും രണ്ടും രണ്ട് തന്നെയാണ്. പൊന്നമ്പലമേട്ടിൽ നടത്തുന്ന കർപ്പൂര ആരാധനയെയാണ് മകരവിളക്ക് എന്ന് പറയുന്നത്. എന്നാൽ മകരം 1 ആകാശത്ത് തെളിയുന്ന ക്ഷണനേരം മാത്രം നിൽക്കുന്ന നക്ഷത്രത്തെയാണ് മകരജ്യോതി എന്ന് പറയുന്നത്. ഐതിഹ്യമനുസരിച്ച് പൊന്നമ്പലമേട്ടിൽ കർപ്പൂരാരാധന നടത്തിയിരുന്നത് ദേവന്മാരും മഹർഷിമാരും എന്നാണ്. എന്നാൽ പിന്നീടത് അരയന്മാരുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്നാൽ പിന്നീടതിന് മാറ്റം വന്നത് ഇന്നത്തെ കാലത്ത് ദേവസ്വം ബോർഡ് ജീവനക്കാരും അയ്യപ്പ പ്രവർത്തകരും സുരക്ഷിതമായി പൊന്നമ്പലമേട്ടിലെത്തി കർപ്പൂരം കത്തിച്ചു വരുന്നു എന്നാണ്. ഇത് 3 വട്ടം ആലങ്കാരികമായാണ് കത്തിച്ചു വരുന്നത്. സൂര്യാസ്തമയത്തിന് ശേഷമാണ് ഈ നക്ഷത്രം കൂടുതൽ ദൃശ്യമാവുന്നത്. എന്നാൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഭൂപ്രകൃതിയുടെ പ്രത്യേകതകൾ കൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ പന്തളത്തുനിന്നും അയ്യപ്പൻ്റെ തിരുവാഭരണം ശബരിമലയിലേക്ക് കൊണ്ടുവരുന്ന ദിവസം ഈ നക്ഷത്രം പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് വിശ്വാസം. ഏവർക്കും പുണ്യപൈതൃകത്തിൻ്റെ നന്ദി.